അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടി. 1000 രൂപ കൂട്ടിയതുകൊണ്ട് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260ഓളം ദിവസങ്ങൾ ഈ അമ്മമാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അമ്മമാരുടെ സമരം തോറ്റ ചരിത്രമില്ല. അമ്മമാരുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ട. ഈ അടുത്തൊരു സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അമ്മമാർ കേൾക്കുന്നുണ്ട്, കേരളം കേൾക്കുന്നുണ്ട്, കേരളമാർ ചിന്തിക്കും.